അമ്മയെ അച്ഛൻ ജയിലിലാണെന്ന കാര്യം അറിയിച്ചിട്ട് പോലുമില്ല. പാവ അമ്മ. അച്ഛൻ എവിടെയോ മാറി നിൽക്കുവാണെന്ന് അമ്മ വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം കൊട്ടാരത്തിലെ തമ്പുരാനും തമ്പുരാട്ടിയും മരണപ്പെട്ട സ്ഥലത്ത് ഫോസ്ഫറസിന്റെ സാന്നിധ്യം കണ്ടത് നമുക്ക് കുറിപ്പാകാം. പക്ഷേ അതുകൊണ്ടായില്ല. സാഹചര്യ തെളിവുകൾ ദാസേട്ടനെതിരാ. മാത്രമല്ല, നിങ്ങൾ അവിടെ നിന്ന് മിസ്സിംഗ് ആവുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് മാറാനുള്ള കാരണം ഞാൻ പറഞ്ഞതാണല്ലോ. എനിക്കറിയാം. പക്ഷേ കോടതിക്ക് അത് ബോധ്യപ്പെടണ്ടേ? ജനരോക്ഷം ഇളക്കി വിട്ടതൊന്നും കോടതിക്ക് വിശ്വസനീയമാകണമെന്നില്ല. എന്നാലും ശ്രമിക്കാം. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അച്ഛന് വേണ്ടി വാദിക്കാൻ ഒരാളെങ്കിലും. എന്താണോ ഇയാളിങ്ങനെ? ഇയാൾക്ക് കരച്ചൊന്നും ചേരില്ല. അയ്യേ, ദേ നോക്ക്, തന്റെ അച്ഛനെ നമ്മൾ ജാമ്യത്തിൽ കൊണ്ടുവരും. ഒന്ന് ചിരിക്കടോ. ആത്മാക്കൾക്ക് ബലിയിടാൻ നമ്മളല്ലാതെ വേറെ ആരാ അമ്മയുള്ളത്? തമ്പുരാനും തമ്പുരാട്ടിയും സംതൃപ്തിയോടെ ഏത് ലോകത്താണേലും കഴിയണം. അതങ്ങനെ അമ്മ നല്ലതിനെയൊക്കെ ദുഷ്ടന്മാരില്ലാതാക്കുക. എല്ലാരെയും സ്നേഹിക്കാൻ സഹായിക്കാൻ മാത്രം ചെയ്യുന്ന പാവം തമ്പുരാനെയും തമ്പുരാട്ടിയും കൊന്നവർക്ക് എന്ത് നേട്ടാ കിട്ടുക? ചിനു, നീ എന്തൊക്കെ ഭ്രാന്തായി കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് കൊട്ടാരത്തിലെ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും ചടങ്ങുകൾ ഇവിടെ തന്നെ വെച്ച് നടത്തണമായിരുന്നോ? ഓഹോ, തമ്പുരാട്ടി ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നോ? നീ തമ്പുരാട്ടി എന്ന് എന്നെ കളിയാക്കി വിളിച്ചതാണെങ്കിലും ഒരർത്ഥത്തിൽ നിന്റെയൊക്കെ തമ്പുരാട്ടി തന്നെയാ ഈ ഐശ്വര്യലക്ഷ്മി. തമ്പുരാട്ടി കൊള്ളാം. എന്തോ ഒരു ചൊല്ലുണ്ടല്ലോ, എന്താ അത്? ആ, കിട്ടി. അപ്പ കണ്ടവന് അപ്പാന്ന് വിളിക്ക. സ്വന്തം തന്തയും തള്ളിയും മാറ്റി പറയും തള്ളി പറയുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ചേരുന്ന പേരല്ല തമ്പുരാട്ടിന്ന്. എടി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഈ ഐശ്വര്യലക്ഷ്മി രമാനിലയത്തിലെ മരുമകളായിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം. അല്ലാതെ അടുക്കളക്കാരി സീതയുടെ മകളായതുകൊണ്ടോ എച്ചിൽ പാത്രം കഴുകുന്ന നിന്റെ ചേച്ചി ആയതുകൊണ്ടോ അല്ലെന്ന്. അതിനിടയില് എന്റെ ചേച്ചി ഒരു ബന്ധം പറയാൻ വിട്ടുപോയി. മറന്നതാണോ അതോ എഴുതി തള്ളിയതാണോ? ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു അച്ഛനുണ്ട് നമുക്ക് രണ്ടുപേർക്കും. മക്കൾക്ക് വേണ്ടി രാത്രിയും പകലും കൊട്ടാരത്തിലെ പാടത്തും പറമ്പത്തും കിടന്ന് ചോര നീരാക്കിയ ഒരു പാവം അച്ഛൻ. അല്ല, അച്ഛന്റെ പേര് ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? ഓർമ്മ കാണില്ല. റേഷൻ കാർഡിലും ആധാർ കാർഡിലും ഡ്രൈവിംഗ് ലൈസൻസിലും എന്തിന് പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റിൽ പോലും ആ പേരുണ്ട്, ശിവദാസൻ. പക്ഷേ ചേച്ചിയുടെ മനസ്സിലില്ല. കഷ്ടം. അച്ഛന്റെ കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കുക മജിസ്ട്രേറ്റ് കോടതിയില്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകും. അമ്മയെ അച്ഛൻ ജയിലിലാണെന്ന കാര്യം അറിയിച്ചിട്ട് പോലുമില്ല.
പാവ അമ്മ. അച്ഛൻ എവിടെയോ മാറി നിൽക്കുവാണെന്ന് അമ്മ വിചാരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനല്ലാതെ ഈ കാര്യം ആരെങ്കിലും കൂടി അറിഞ്ഞിരിക്കണമെന്ന് തോന്നി. അതാ ഒന്ന് അറിയിച്ചത്. സഹായിക്കണമെന്ന് പറയുന്നില്ല, കാരണം ചേച്ചിയിൽ നിന്നത് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് നരകിക്കണമെന്ന് മാത്രം പ്രാർത്ഥിക്കരുത്. അയ്യോ, അമ്മ, എന്റെ ഈശ്വര, അമ്മ എല്ലാം കേട്ടു. അമ്മ നിക്ക്, അമ്മ. അമ്മ, അമ്മ നിക്ക്, നിക്കമ്മ, നിക്ക്, ഞാൻ ഒന്ന് പറയട്ടെ. അമ്മ, അമ്മ നിക്കാൻ, ഞാൻ പറയുന്ന കേക്കമ്മ. അമ്മ, അമ്മ, അച്ഛൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. സംശയത്തിന്റെ പേരിൽ റിമാൻഡ് ചെയ്തതാ. അമ്മ, അമ്മയോട് പറയാത്തത് മനഃപൂർവ്വമല്ല. പാവ അമ്മയെങ്കിലും സമാധാനത്തോടെ ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട. അമ്മ, ഇതാ ഞാൻ അമ്മയോടൊന്നും പറയാതിരുന്നത്. നീ നോക്ക്, അച്ഛൻ ആരെയും കൊന്നിട്ടില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾക്ക് ശിക്ഷിക്കാൻ കഴിയില്ല. പിന്നെ അമ്മ എന്തിനെങ്ങനെ കരയുന്ന? ഇന്ന് കോടതിയില് അച്ഛന്റെ കേസ് വിളിക്കാം. ചിലപ്പോ ഇന്ന് ജാമ്യം കിട്ടും. ഒരു തെറ്റും ചെയ്യാത്ത അച്ഛന് എക്കാലവും ജയിലിലിടാൻ ഈ മോള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തു പറ്റി?